Good afternoon. Good afternoon, ma'am. Good afternoon. Exam ഒക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എത്ര മാർക്ക് കിട്ടും? റിസൾട്ട് വന്നോ? വന്നു. എങ്ങനെയുണ്ട് റിസൾട്ട്? പഠിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്കോർ ചെയ്യാമായിരുന്നു തോന്നി. ഓക്കെ, എത്ര മാർക്ക് ഉണ്ട്? എനിക്ക് 37. എനിക്ക് 59. 59 ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. സ്മിത. പിന്നെ വിഷ്ണു, എത്ര മാർക്ക് ഉണ്ട് വിഷ്ണുവിന്? 33. എന്ത് പറ്റി? പഠിച്ചില്ലേ വിഷ്ണു? എക്സാം 55. 48. ഓക്കെ, എളുപ്പമായിരുന്നോ ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു, പക്ഷെ ഞങ്ങൾ പഠിച്ചില്ല, അതാണോ? ചിലത് കൺഫ്യൂഷൻ ആയിരുന്നു, ഓപ്ഷൻസ് അങ്ങോട്ടും. കൺഫ്യൂഷൻ ശരിയാണ്. ഞാൻ നിങ്ങളെ എന്താ പറയുന്നില്ല, കാരണം നമ്മുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. കുറേ പേജുകളുണ്ട്, 10-60 അത്രയും പേജുകളുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ച് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ജസ്റ്റ് ഒന്ന് ഉത്സാഹിച്ചെങ്കിൽ ഇത്തിരി കൂടി മാർക്ക് വാങ്ങിക്കായിരുന്നു അല്ലേ? അപ്പൊ ഇനിയും നന്നായിട്ട് പഠിക്കാൻ നോക്കാം, പഠിക്കാൻ ശ്രമിക്കാം. കുറച്ചുകൂടി എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ സോനയ്ക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കായിരുന്നു. കൺഫ്യൂഷൻ ആയി പോയി. സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, എടുത്തവരെയും ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരുന്നു. അതിനകത്ത് ലേബർ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു, കോസ്റ്റ് ഓഫ് ലിവിംഗ് പറഞ്ഞു, ലേബർ യൂണിയൻ പറഞ്ഞു, അതുപോലെ യൂണിയൻ ഇൻഫ്ലുവൻസ് കോമ്പൻസേഷൻ ഡിസിഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കാം, 5th one, labor laws. We have a various labor laws at the central and as well as at the state levels. These legislations are for protection of employees' interest. അപ്പൊ എന്താണ് ലേബർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമായിട്ട് നമുക്ക് കുറേ അധികം ലേബർ ലോസുകളുണ്ട്. ഓക്കെ, ഇതെന്തിനെ സഹായിക്കുന്നുണ്ട്? എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായകമാണ് ലേബർ ലോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് സൊസൈറ്റി. Compensation paid to employees is imitated
the price fixed by an organization for their goods and services. The Supreme Court from its very inception has had to adjudicate industrial disputes, particularly disputes relating to wages and allied problems of financial concern to the worker and ethical and social lookout, liberally interpreting the spirit of the constitution. അപ്പൊ എന്താണ് സൊസൈറ്റിയിൽ പറയുന്നത്? സൊസൈറ്റിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർക്ക് നൽകുന്ന കോമ്പൻസേഷൻ അല്ലെ, ഓർഗനൈസേഷനിൽ നിന്ന് വേജസ് ആയിട്ട് കോമ്പൻസേഷനുകൾ നൽകാറുണ്ട്. അപ്പൊ അങ്ങനെ നൽകുന്ന കോമ്പൻസേഷനിൽ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഒരു സ്ഥാപനം നിശ്ചയിക്കുന്ന വിലകളെ അനുകരിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് വേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസുകൾക്കാണ് ഇങ്ങനെയുള്ള സാലറി അല്ലെ, അവരുടെ എന്താണ് കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് വേണ്ടതായിട്ടുള്ള സാലറിയാണ് ഇങ്ങനെ കമ്പനീസിൽ നിന്ന് നൽകുന്നത് അല്ലെ. സുപ്രീം കോടതി അതിന്റെ തുടക്കം മുതൽ തന്നെ വ്യാവസായിക തർക്കങ്ങൾ അല്ലെ, ഓർഗനൈസേഷനിലെ ഡിസ്പ്യൂട്ട്സുകൾ, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്രത്യേകിച്ച് വേതനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ, പല സിനിമകളിലും അതുപോലെ തന്നെ പല ന്യൂസുകളിലും കാണാറുണ്ട് അല്ലെ, സാലറി കൊടുക്കുന്നില്ല. അതുപോലെ ഇപ്പോ എന്താ പുറം രാജ്യങ്ങളിലൊക്കെ എന്താണ് ആളുകളെ കൊണ്ട് വെറുതെ പണിയെടുപ്പിച്ച് അവർക്ക് എന്താണ് സാലറി കൊടുക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സാലറി കൊടുക്കാത്തൊരവസ്ഥയിൽ എന്താണ് പല തൊഴിലാളികളും ഈ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ വരാറുണ്ട്. തൊഴിലാളികളെ ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്നിവയ്ക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടി വരുന്നത് ആരാണ്? സുപ്രീം കോർട്ടാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോ അത് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഡിസ്പ്യൂട്ടുകൾ, അതുപോലെ തന്നെ എന്താണ് തൊഴിലാളികളെ ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പലതരത്തിൽ അവരെ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? സുപ്രീം കോർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ലേബർ ലോസ് ആൻഡ് സൊസൈറ്റി വായിച്ചു നോക്കി. Okay, next ആണ് the economy. The economy has its impact on wage and salary fixation is the state of the economy. While it is possible for some organizations as time in a recession എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം. Recession means സാമ്പത്തിക മാന്ദ്യം. There is no question that economy does not affect the remuneration decision. ഇവിടെ പറയുന്നത് എന്താണ്?
ഒരു ഇക്കണോമിയിൽ എന്താണ് വേജസ് അതുപോലെ തന്നെ സാലറി ഫിക്സേഷൻ ഒക്കെ കുറേയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ. അതൊക്കെ ഒരു സാലറി ഫിക്സേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇക്കണോമിയുടെ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോ അവിടെ ചിലപ്പോ എന്താണ് നമ്മൾക്ക് ഇക്കണോമിയിലൊക്കെ ഇങ്ങനെയുള്ള സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ വരുമ്പോ അത് എന്തിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. നോക്കിയേ, റിസിഷൻ എന്ന് പറഞ്ഞാല് സാമ്പത്തിക മാന്ദ്യം. There is no question that the economy does not affect the remuneration decision. ആ remuneration decision എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാലറി കൊടുക്കുന്ന ആ തീരുമാനം എടുക്കുന്നതില് ഇങ്ങനെയുള്ള റിസിഷൻ വരുമ്പോ, സാമ്പത്തിക മാന്ദ്യം വരുമ്പോ അതിനെ എഫക്ട് ചെയ്യുന്നില്ല. അതാണ് ഇക്കണോമിയിൽ പറയുന്നത്. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് കേട്ടോ. ലേബർ മാർക്കറ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ലിവിങ് ഉണ്ട്, ലേബർ യൂണിയൻ ഉണ്ട്, യൂണിയൻ ഇൻഫ്ലുവൻസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻ, ലേബർ ലോസ്, സൊസൈറ്റി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇക്കണോമി. ഇനി നെക്സ്റ്റ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. Following are the internal factors which influence compensation. ഇനി ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ബിസിനസ് സ്ട്രാറ്റജി, രണ്ടാമത്തെയാണ് പെർഫോമൻസ് അപ്രൈസല്, മൂന്നാമത്തെയാണ് ദ എംപ്ലോയി. അപ്പോ ഫസ്റ്റ് വൺ ആണ് എന്ത്, ബിസിനസ് സ്ട്രാറ്റജി, ബിസിനസ് തന്ത്രങ്ങൾ അല്ലെ. നോക്കാം, the overall strategy of the company which pursues the determination of employees' compensation. The strategy is to sustain and protect current profit because of the declining fortunes of the company. The compensation level were needed to be average or even below average. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്തുടരുന്ന ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള തന്ത്രം ജീവനക്കാരുടെ നഷ്ടപരിഹാരം നിർണയിക്കുന്നുണ്ട്. അപ്പോ എന്താണ്, ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് ജീവനക്കാരുടെ നഷ്ടപരിഹാരം നിർണയിക്കുന്നുണ്ട്. അതിനകത്ത് ആ തന്ത്രങ്ങളിൽ അല്ലെ, നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും എന്താണ്, ഓരോ തന്ത്രങ്ങൾ ഉണ്ടാവും. അപ്പോ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, തന്ത്രങ്ങൾ മെനയുന്നുണ്ട് അല്ലെ. ഓരോ തന്ത്രങ്ങൾക്കും ഓരോന്നിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോ എന്താണ്, അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഓർഗനൈസേഷന് നല്ല രീതിയിലുള്ള എന്തുണ്ടാവുള്ളൂ, നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കൈവരിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനില് എംപ്ലോയീസിനെ നിലനിർത്താനായിട്ട് എന്തുണ്ട്, കമ്പനീസില് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഓക്കെ, കമ്പനിയുടെ ലാഭം കുറയുന്നതിനാൽ നിലവിലെ ലാഭം നിർണയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് തന്ത്രം. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? കമ്പനിയുടെ ലാഭം കുറയുന്നതിനാൽ നിലവിലുള്ള ലാഭം നിലനിർത്തുകയും അത് സംരക്ഷിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കമ്പനിയുടെ നിലവാരം ശരാശരിയോ അല്ലെങ്കിൽ എന്താണ് ശരാശരിയിൽ താഴെയോ ആക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ആ ലാഭം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്തായാലും അത്യാവശ്യമാണ് അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ആ ലാഭം താഴെ പോവാനായിട്ട് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ്. ആ ലാഭം താഴെ പോയിട്ടുണ്ടെങ്കിൽ ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ലാഭം നിലനിർത്തുകയോ ഇപ്പൊ പോകുന്ന ഒരു ബാലൻസിൽ പോവുകയോ അല്ലെങ്കിൽ അത് കൂട്ടുകയോ ചെയ്യാനായിട്ടാണ് അവർക്ക് എന്നും ഇഷ്ടപ്പെടുന്നത് കമ്പനിയിലെ ഓണേഴ്സ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ നിലവാരം ശരാശരിയാക്കുകയോ അല്ലെങ്കിൽ ശരാശരിയിൽ താഴെ ആക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇനി പെർഫോമൻസ് അപ്രൈസൽ. The performance appraisal helps to reward compensation like
for the employees who show better performance. ഇനി പെർഫോമൻസ് അപ്രൈസൽ നമുക്കറിയാം എങ്ങനെയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നുണ്ട് അല്ലെ. അതിലൂടെ നമുക്കത് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവൻ എന്ത് കൊടുക്കുന്നുണ്ട്? റിവാർഡുകൾ അല്ലെ, കോമ്പൻസേഷൻ അല്ലെ, റിവാർഡുകളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ദ എംപ്ലോയി എന്താണ്? സെവറൽ എംപ്ലോയി related factors interacted to determine his or her remuneration. These includes performance, seniority, experience, potential, and even sheer luck. അപ്പൊ ഇവിടെ പറയുന്നത് എംപ്ലോയീസിന് റെമ്യൂണറേഷൻ നിർണ്ണയിക്കുന്നതിൽ നിരവധി ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഘടകങ്ങളായിട്ട് വരുന്നത്? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. പെർഫോമൻസ് നോക്കുന്നുണ്ട് അല്ലെ, അതുപോലെ സീനിയോറിറ്റി അനുസരിച്ചിട്ട് വേജസ് കൂടാൻ സാധ്യതയുണ്ട്. എക്സ്പീരിയൻസ് നമ്മൾ നോക്കാറുണ്ട്. പൊട്ടൻഷ്യൽ അല്ലെ, സാധ്യതകള്, പൊട്ടൻഷ്യാലിറ്റീസ്. അതുപോലെ തന്നെ ഈവൻ ഷിയർ ലക്ക്, അവന്റെ ഭാഗ്യം അനുസരിച്ചും എന്താണ് അവന് റെമ്യൂണറേഷൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോ ഒരു എംപ്ലോയിക്ക് നമ്മള് റെമ്യൂണറേഷൻ നിശ്ചയിക്കുമ്പോ അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇൻക്ലൂഡ്സ് പെർഫോമൻസ്, സീനിയോറിറ്റി, എക്സ്പീരിയൻസ്, പൊട്ടൻഷ്യാലിറ്റി, പൊട്ടൻഷ്യൽ സാധ്യതകള്, അതുപോലെ ഈവൻ ഷിയർ ലക്ക്, അവന്റെ ഭാഗ്യം, ലക്ക് അനുസരിച്ചിട്ടും എന്താണ് അവന്റെ റെമ്യൂണറേഷൻ കൂട്ടിക്കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ പറയാറുണ്ടല്ലേ, അവന്റെ ഭാഗ്യമാണ് ആ കമ്പനിയിൽ പോയത് അല്ലെങ്കിൽ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അവന്റെ ഭാഗ്യമാണ് അല്ലെ, പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കിയേ. ഇന്റേണൽ ഫാക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞത് ബിസിനസ് സ്ട്രാറ്റജി അല്ലെ, കമ്പനിയുടെ തന്ത്രങ്ങള്. എന്താണ് ആ കമ്പനിയുടെ ആ ബിസിനസ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? കമ്പനിയുടെ മൊത്തത്തിലുള്ള ജീവനക്കാർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണ് അവിടെ നിർണ്ണയിക്കുന്നത് അല്ലെ. ഓക്കെ, കമ്പനി എന്താണ് അവിടെ തന്ത്രം? കമ്പനിയുടെ ലാഭം കുറയുകയാണെങ്കിൽ നിലവിലെ ലാഭം നിലനിർത്തുകയും അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ എംപ്ലോയീസിന് കൊടുക്കുന്ന ആ സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ശരാശരിയോ അല്ലെങ്കിൽ ശരാശരിയിൽ താഴേക്കോ ആക്കണം. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ ലോസ് സംഭവിക്കാം എന്ന നിലയിൽ പോകുന്ന കമ്പനീസ് ആണെങ്കിൽ അവിടെ എന്താണ്, ഇവർക്ക് കൂടുതൽ റെമ്യൂണറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടം വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഒന്നല്ലെങ്കിൽ ശരാശരിയാക്കാം, അല്ലെങ്കിൽ എന്താക്കണം, റെമ്യൂണറേഷൻ ശരാശരിയിൽ താഴേക്കോ സാലറി കുറയ്ക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ കമ്പനി ഒരു നിലവാരത്തോടു കൂടി ഓടണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ലോസ് ആകാൻ പോകുന്ന കമ്പനി ആണെങ്കിൽ അങ്ങനെയാണ് അവരുടെ ആ തന്ത്രം അവര് ചെയ്യുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ശരാശരി കൊടുക്കാം, അല്ലെങ്കിൽ ശരാശരി താഴെ ആയിട്ടുള്ള ഒരു വേജ് അല്ലെങ്കിൽ സാലറിയാണ് പ്രിഫർ ചെയ്യുന്നത്. പെർഫോമൻസ് അപ്രൈസൽ അറിയാലോ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ, നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പെർഫോമൻസ് നമ്മൾ നോക്കിയിട്ട് അവർക്ക് റിവാർഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എംപ്ലോയിക്ക് എന്താണ് അവന്റെ ആ റെമ്യൂണറേഷൻ നിർണ്ണയിക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്? അവന്റെ പെർഫോമൻസ്, സീനിയോറിറ്റി നോക്കുന്നുണ്ട്, അതുപോലെ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്, പൊട്ടൻഷ്യാലിറ്റി, അതുപോലെ അവന്റെ ലക്ക് അതും കൂടി കൺസിഡർ ചെയ്യും.
അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ദിസ് ഇൻക്ലൂഡ് പെർഫോമൻസ്, seniority, experience, potential, and even sheer luck. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടാലന്റ് മാനേജ്മെന്റിൽ വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടാലന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. പെർക്യുസിക്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. പെർക്ക് എന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്രിഞ്ച് ബെനഫിറ്റ് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് ചോദിക്കാറുണ്ട്. അതുപോലെ എക്സ്പാൻഡ് ഫോമുകൾ CCA, MA എന്താണ്, HRA എന്താണ് ചോദിക്കാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സാലറി എന്താണെന്നുള്ളത് നോക്കാം. ടേക്ക് ഹോം സാലറി അല്ലെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം എന്താണെന്നുള്ളത് കേട്ടോ. വേജസ് ഓർ സാലറി, വേജസ് എന്താണ്, മിനിമം വേജ് എന്താണ്, ഫയർ വേജ് എന്താണ്, ലിവിംഗ് വേജ്, ഇതൊക്കെ എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഡെഫിനേഷൻ നോക്കാം. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഡെഫിനേഷൻ പഠിക്കണേ. ജോബ് ഡിസൈൻ എന്താണ്, റോൾ ഡിസൈൻ, അതുപോലെ റിവാർഡ് എന്താണ്, റെമ്യൂണറേഷൻ എന്താണ്, സെൽഫ് മോട്ടിവേഷൻ ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ജോബ് റൊട്ടേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സൈക്കിള് പഠിച്ചു വെക്കാം. ടാലന്റ് മാനേജ്മെന്റ് സൈക്കിൾ കേട്ടോ. പ്രോസസ് സൈക്കിൾ, ആ പ്രോസസ് ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ് മോഡല് നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അതുപോലെ ഡെഫിനിഷൻ ടാലന്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടാലന്റ് മാനേജ്മെന്റിൽ വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഒരു അവർ ആണല്ലോ മിസ്സിനുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോ മിസ്സിന്റെ കുറച്ച് ഭാഗം ഞാൻ മിസ്സും കൂടി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോ 6th ചാപ്റ്ററിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടോ? എന്താണ് കേൾക്കുന്നില്ലേ? നിങ്ങൾ പറയുന്നത് മിസ്സിന് ക്ലിയർ അല്ല. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സ്മിത ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് നിഷ മിസ്സിന് 1 hour ഉള്ളൂ. എന്താ സ്മിത, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, മ്യൂട്ട് ആക്കണേ.
അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം, നിഷമിസിന്റെ ചാപ്റ്റർ ഞാനും നിഷമിസും കൂടി ആയിരിക്കും എടുക്കുന്നത്. കുറച്ച് ഭാഗം ഞാൻ എടുക്കും, ബാക്കിയുള്ള മിസ് എടുക്കും കേട്ടോ. ഓക്കെ, നിഷമിസിന് 1 hour ഉള്ളത് കൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നോട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിഷമിസിന്റെ ചാപ്റ്റർ എടുക്കാം കേട്ടോ, 6th ചാപ്റ്റർ. അതിന്റെ എംപ്ലോയി സേഫ്റ്റി മുതലാണ് ഞാൻ എടുക്കുന്നത്. ടാലന്റ് മാനേജ്മെന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇന്നെടുത്തതില്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. പേജ് നമ്പർ എത്രയാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. എംപ്ലോയി സേഫ്റ്റി ആണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. നൂറ്റി 49. ഓക്കെ, നമുക്ക് നോക്കാം. എംപ്ലോയി സേഫ്റ്റി. എംപ്ലോയി സേഫ്റ്റി ഓർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അണ്ടർലൈൻ ചെയ്തേ. എംപ്ലോയി സേഫ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം, അതിന്റെ മീനിങ്ങും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Employee safety or industrial safety can be referred to the practice that are put into effect so that the threat of damage, injury, and hazard to property, person, or any place or section, including the production, manufacturing, or processing of merchandise in minimized. Okay, അത്രയും വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അപ്പൊ എന്താണ് പേഷ്യന്റ് അല്ല, എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? വസ്തുവകകള്, വ്യക്തികള്, അല്ലെ, പ്രോപ്പർട്ടി, അതുപോലെ തന്നെ എന്താണ്? വ്യക്തികള്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കൽ, ഉൽപാദനം അല്ലെങ്കിൽ സംസ്കരണം എന്നിവയുൾപ്പെടെയുള്ള ഏതെങ്കിലും സ്ഥലത്തിനോ വിഭാഗത്തിനോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങള്, പരിക്കുകള്, അപകടങ്ങള് എന്നിവ കുറയ്ക്കുന്നതിനായി നടപ്പിലാക്കുന്ന രീതികളെയാണ് എംപ്ലോയി സേഫ്റ്റി ഓർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടിയും പറയാം. വസ്തുവകകൾ, വ്യക്തികൾ, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കൽ, ഉൽപാദനം അല്ലെങ്കിൽ സംസ്കരണം എന്നിവയുൾപ്പെടെയുള്ള ഏതെങ്കിലും സ്ഥലത്തിനോ വിഭാഗത്തിനോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങള്, പരിക്കുകള്, അപകടങ്ങള് എന്നിവ കുറയ്ക്കുന്നതിനായിട്ട്
നടപ്പിലാക്കുന്ന രീതികള് അതിനെയാണ് എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, ചിലപ്പോ എന്താണ് അധികം സേഫ്റ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് വല്ല അപകടം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, അപ്പൊ ചിലവർക്ക് നമ്മളെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ എന്താണ് ഓർഗനൈസേഷനിൽ സംഭവിച്ചതാണ് അല്ലെങ്കിൽ കമ്പനിയിൽ സംഭവിച്ചതാണ് ഇങ്ങനെ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, എന്താണ് അതിനും സേഫ്റ്റി ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് കൈ മുറിഞ്ഞത് അല്ലെങ്കിൽ എന്താണ് കൈ ഇപ്പോ വിഷത്തിന്റെ ഇടയിൽ പോകുന്നത് അല്ലെ, അങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ പല കാര്യങ്ങൾ അല്ലെ, കൈ മുറിയാം അല്ലെങ്കിൽ വിരൽ നഷ്ടപ്പെടാം, അങ്ങനെ പല കാര്യങ്ങള്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അല്ലെ. അങ്ങനെയുള്ള പല കാര്യങ്ങളും കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പോ അങ്ങനെ അവർക്ക് കൊടുക്കുന്ന അവരെ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സേഫ്റ്റി നടപ്പിലാക്കുന്നുണ്ട്. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള രീതികളെയാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് one basic problem that the organization faces is ensuring the safety of its workers, especially those who operate in dangerous conditions. The employers have a non-transferable responsibility to create a work environment for their employees. ഇവിടെ പറയുന്നത് എന്താണ്, സ്ഥാപനം നേരിടുന്ന ഒരു അടിസ്ഥാന പ്രശ്നം അതിന്റെ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണം അല്ലെ. നമുക്കറിയാം സ്ഥാപനം അല്ലെങ്കിൽ എംപ്ലോയർ റെസ്പോൺസിബിൾ ആണ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിന്റെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ഒരു സ്ഥാപനം നേരിടുന്ന ഒരു അടിസ്ഥാന പ്രശ്നം എന്നത് എന്താണ്, എംപ്ലോയീസിന് സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ്. പ്രത്യേക അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളില് പ്രവർത്തിക്കുന്നവരുടെയും തങ്ങളുടെ ജീവനക്കാർക്ക് ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്, എംപ്ലോയർക്കുണ്ട് അല്ലെ. അവിടെ ജോലി ചെയ്യുന്നവരുടെ അപകട സാധ്യത കുറയ്ക്കാനായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടും തൊഴിലുടമകൾക്ക് എന്തുണ്ട്, അവകാശം അല്ലെങ്കിൽ എന്താണ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ, ഉത്തരവാദിത്തമുണ്ട്, അവർ അക്കൗണ്ടബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത് എന്താണ് എംപ്ലോയി സേഫ്റ്റി, അതുപോലെ തന്നെ എംപ്ലോയറുടെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ്. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടി പറയാം. വസ്തുവകകള്, അതുപോലെ തന്നെ എന്താണ് വ്യക്തികള്, സാധനങ്ങള് ഉൽപ്പാദിപ്പിക്കല്, ഉൽപാദനം അല്ലെങ്കിൽ സംസ്കരണം എന്നിവ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിനോ വിഭാഗത്തിനോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, പരിക്കുകള്, അപകടങ്ങള് എന്നിവ കുറയ്ക്കാനായിട്ടുള്ള നടപ്പിലാക്കുന്ന രീതികളെയാണ് നമ്മള് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. ഇനി എന്താണ് നെക്സ്റ്റ് സെന്റൻസിൽ എന്താണ്, എംപ്ലോയറുടെ ഉത്തരവാദിത്തം എന്താണെന്നാണ് പറയുന്നത് അല്ലെ. തൊഴിൽ ഉടമയുടെ എന്താണ് ഉത്തരവാദിത്തം, സ്ഥാപനം നേരിടുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ് ഇത്, തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഓക്കെ, അത് ഒരു പ്രത്യേക അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളില് പ്രവർത്തിക്കുന്നവരുടെയും തങ്ങളുടെ ജീവനക്കാർക്ക് ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്കുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിച്ചത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എംപ്ലോയി സേഫ്റ്റി എന്താണ്, എംപ്ലോയി സേഫ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് ചോദിക്കാറുണ്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. അതുപോലെ തന്നെ അതിന്റെ മീനിങ് ഫസ്റ്റ് ലൈൻ 3 ലൈനും അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. If they do not remain vigilant on the safety aspect, they might encounter an increased number of mischiefs, and as a result might have to incur great compensation cost. Mischief taking place at the workplace will cause reduced morale, productivity, motivation, and performance of the employees. Moreover, industrial mischief divert the focus of the organization from the production to non-fruitful actions like mischief link, litigations, and diversion of reserve in order to meet compensation cost. ഇതിൽ പറയുന്നത് സുരക്ഷാ കാര്യങ്ങളിൽ അവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അവർക്ക് അപകടങ്ങളുടെ സാധ്യത വർദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ട് വലിയ നാശനഷ്ടങ്ങള് അല്ലെ നഷ്ടപരിഹാര ചെലവുകള് വഹിക്കേണ്ടതായിട്ട് വന്നേക്കാം. മനസ്സിലായോ? കമ്പനീസ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്താണ് അവരുടെ കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം അല്ലെ. എപ്പോഴും അപകടങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ജാഗ്രതയും നല്ല രീതിയിലുള്ള ഒരു സേഫ്റ്റിയും പ്രദാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാത്ത കമ്പനീസ്, അധികം എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കമ്പനീസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപകടങ്ങൾ വർദ്ധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോ അതാണ് അവിടെ പറയുന്നത്. സുരക്ഷാ കാര്യങ്ങളിൽ അവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അവർക്ക് അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ട് നഷ്ടപരിഹാര ചെലവ് വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ജോലി സ്ഥലത്ത് സംഭവിക്കുന്ന അപകടങ്ങള് ജീവനക്കാരുടെ എന്തൊക്കെ കുറയ്ക്കുന്നുണ്ട് നോക്കിയേ. കോസ് റെഡ്യൂസ്ഡ് മൊറേൽ അല്ലെ, മനോവീര്യം, പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത, അതുപോലെ മോട്ടിവേഷൻ, അതുപോലെ പെർഫോമൻസ് കുറയ്ക്കുന്നു. അപ്പൊ അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓർഗനൈസേഷനിൽ സേഫ്റ്റി ഒക്കെ കുറവായത് കൊണ്ട് അപകടങ്ങള് ഉണ്ടാകുമ്പോ എംപ്ലോയീസിന് എന്തൊക്കെയാണ് കുറയുന്നത്? മൊറേല്, പ്രൊഡക്ടിവിറ്റി, മോട്ടിവേഷൻ, അവരുടെ പെർഫോമൻസ് ഡിക്രീസ് ആവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലോ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത്? മൂന്നാമത്തെ സെന്റൻസിൽ moreover industrial mischiefs divert the focus of the organization from the production to non-fruitful actions like mischief, litigations, and diversion of reserve in order to meet compensation cost. മാത്രമല്ല വ്യവസായിക അപകടങ്ങള് സ്ഥാപനത്തിന്റെ ശ്രദ്ധയെ ഉൽപാദനത്തിൽ നിന്ന് അപകടമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങള്, നഷ്ടപരിഹാര ചെലവുകള് നിറവേറ്റുന്നതിനായി കരുതൽ ധനം, വഴിതിരിച്ചു വിടല് തുടങ്ങിയ ഫലപ്രദമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുന്നുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല രീതിയിലൊരു സുരക്ഷ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? എല്ലാ ചെലവും അവരുടെ വഹിക്കണം. കാരണം എന്താണ്? കമ്പനിയിൽ നിന്നുണ്ടായ അപകടമാണ് അല്ലെ. വീട്ടിൽ വെച്ചാണെങ്കിൽ അവർ തന്നെ എടുക്കേണ്ടി വരും. നമ്മുടെ കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പോ നമ്മുടെ വർക്കിംഗ് ടൈമിലാണ് അവർക്ക് അപകടങ്ങൾ ഉണ്ടായതെങ്കിൽ എന്താണ് കമ്പനി അത് വഹിക്കേണ്ട ആവശ്യം അല്ലെ. കമ്പനിയാണ് അത് വഹിക്കേണ്ടത്. അവരുടെ എല്ലാ ചെലവുകളും, ഹോസ്പിറ്റൽ ഫീസ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ചെലവ്, അവരുടെ ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള എല്ലാ ചെലവുകളും കമ്പനി വഹിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ, റെസ്പോൺസിബിൾ ആണ്. ഇനി നോക്കിയേ, ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. according to R. Wayne Monty. എന്താണ് അദ്ദേഹം പറയുന്നത്? എംപ്ലോയി സേഫ്റ്റി involves protecting employees from injuries caused by work related accidents. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നത്?
ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്കുകളിൽ നിന്ന് ജീവനക്കാരെ സംരക്ഷിക്കുന്നതില് ജീവനക്കാരുടെ സുരക്ഷ ഉൾപ്പെടുന്നുണ്ട്. അല്ലെ? നമുക്കറിയാം എന്താണ് ഓർഗനൈസേഷനിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ആ അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നത് എന്താണ്? എംപ്ലോയി സേഫ്റ്റി ആണ് അല്ലെ? അങ്ങനെയുള്ള ഒരു സേഫ്റ്റി ഉറപ്പാക്കുന്നതിലൂടെയാണ് അപകടങ്ങള് കുറയുന്നത് ഓർഗനൈസേഷനിൽ. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്. വെയിൻ മോണ്ടി പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് എംപ്ലോയീസ് ഫ്രം ഇൻജുറീസ് കോസ്ഡ് ബൈ വർക്ക് റിലേറ്റഡ് ആക്സിഡന്റ്സ്. ജോലി സംബന്ധമായ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്കുകളിൽ നിന്ന് ജീവനക്കാരെ സംരക്ഷിക്കുന്നതില് ജീവനക്കാരുടെ സുരക്ഷ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, രണ്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട് അതിനകത്ത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആരുടെ ചിലപ്പോ ചോദിക്കാം ഇതാരുടെ ഡെഫിനിഷൻ ആണ് എന്നുള്ളത്. അപ്പൊ രണ്ടാളുടെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ആർവെയിൻ മോണ്ടി അതിന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ജെന എം കെംപ്. ഓക്കെ, അപ്പോ അക്കോർഡിംഗ് ടു ജെന എം കെംപ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്? സേഫ്റ്റി ഈസ് both the physical and safety is present when people are free from being bodily harmed. എന്താ പറയുന്നത്? Safety is both the physical and safety is present when people are free from being bodily harmed. എന്താണ് അതിന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ജെന എം കെംപ് അതിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് സുരക്ഷ എന്നത് ശാരീരികമാണ്, ഫിസിക്കലാണ്. ആളുകളുടെ ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് സുരക്ഷ നിലനിൽക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. സുരക്ഷ എന്നത് ശാരീരികമാണ്, ഫിസിക്കലാണ് അല്ലെ? നമുക്ക് നമ്മുടെ ഫിസിക്കലി നമുക്ക് സുരക്ഷ വേണം. അപ്പോ സുരക്ഷ എന്നത് ശാരീരികമാണ്. ആളുകൾ ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് സുരക്ഷ നിലനിൽക്കുന്നത്. മനസ്സിലായോ? ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോ അല്ലെങ്കിൽ അപകടങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അധികം അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എംപ്ലോയീസിന് അല്ലെ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്. എന്താണ്? ആളുകള് ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് സുരക്ഷ നിലനിൽക്കുന്നത്. ഇല്ലേ? നമുക്കറിയാം അവിടെ ഓരോ ഓർഗനൈസേഷനിൽ നമ്മൾ എംപ്ലോയീസിനെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അധികം അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ്? സുരക്ഷ, സേഫ്റ്റി ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ? എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ മനസ്സിലാകുന്നുണ്ട് ആളുകളെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സേഫ്റ്റി ഉണ്ട്, അവരെ എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അവിടുത്തെ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. സുരക്ഷ എന്നത് ശാരീരികമാണ്. ആളുകൾ ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് സുരക്ഷ നിലനിൽക്കുന്നത്. ഓക്കെ, രണ്ട് ഡെഫിനിഷനും നന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എംപ്ലോയി സേഫ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. അതുപോലെ എംപ്ലോയി സേഫ്റ്റിയുടെ മീനിങ് പഠിച്ചു വെക്കണം. വായിച്ചു നോക്കിയേ.
വായിച്ചു നോക്കിയോ? വായിച്ചു, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പൊ രണ്ട് ഡെഫിനേഷന് കൃത്യമായിട്ട് പഠിക്കണം, മീനിങ് പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി. ഫോളോയിങ് ഫാക്ടേഴ്സ് cause the organization to follow employee safety norms. Okay, organization follow ചെയ്യുന്ന എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകൾ അല്ലെങ്കിൽ അതിന്റെ നീഡുകൾ, ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്. ഓക്കെ, അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി. ഹ്യൂമൻ ലൈഫ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്, അല്ലേ? ആണോ? ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാല്യുബിൾ തിങ് ആണ്, അല്ലെ? മോസ്റ്റ് പ്രധാനപ്പെട്ട മോസ്റ്റ് വാല്യുബിൾ തിങ് ആണ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. Around us, and it is the duty of employers to save their employees from any sort of danger. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എന്താണ് ഹ്യൂമൻ ലൈഫ് എന്നത് ഏറ്റവും മോസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള, ചുറ്റുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെ? നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, മോസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള തിങ് ആണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ, ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി ജോയിൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവന്റെ സേഫ്റ്റി അല്ലെങ്കിൽ എന്ത് ഡേഞ്ചറസ് സിറ്റുവേഷനിലും അവന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഉള്ളത്? സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? എംപ്ലോയീസിന് തന്നെയാണോ? അല്ലെങ്കിൽ എംപ്ലോയർക്കാ? ആർക്കാണ്? എംപ്ലോയർക്ക്, അല്ലെ? തൊഴിലുടമയ്ക്കാണുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ് ആണ്, നീഡിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്. ഓക്കെ, അപ്പോ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്തേ. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ തിങ്. അറൌണ്ട് നമുക്ക് ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് എന്ത്? ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാൻഡിഡേറ്റ് ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സുരക്ഷ ഏറ്റവും ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്നും, ഏതൊരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്നും അവനെ സംരക്ഷിക്കേണ്ട കടമ ആർക്കാണുള്ളത്? ഓർഗനൈസേഷനിലുള്ള എംപ്ലോയർക്കാണ്, തൊഴിലുടമയ്ക്കാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയാനായിട്ട് ടൈം ഉണ്ടാവില്ല. ഇത്രയും എടുത്ത് നിർത്താം നമുക്ക്. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ബാക്കിയുള്ള പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണോ? പേഷ്യന്റ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡെഫിനേഷൻ, അതിന്റെ മീനിങ് നോക്കാം. പിന്നെ നമ്മൾ എടുത്തത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിരുന്നു ടാലന്റ് മാനേജ്മെന്റിന്റെ. അതുകൂടി ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. എക്സാം ഒക്കെ എങ്ങനെയാണ് പാറ്റേൺസ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഇനിയുള്ള എക്സാമിനൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഒന്നാം എടുക്കുന്ന ഭാഗങ്ങൾ ഒന്നാമത് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കാം. മോക്ക് ടെസ്റ്റ് ഇന്നും ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇന്നെടുത്തതില്? അത് നിങ്ങൾ ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് അറിയിക്കും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് കാണാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.